ഇന്ത്യ യു എസ് ട്രേഡ് ഡീലിൻ്റെ ഔട്ട്ലൈൻ, അതിൻ്റെ ഫ്രെയിം വർക്ക് ഇന്നലെ പുറത്തു വരികയുണ്ടായി. പ്രതീക്ഷിച്ചതുപോലെ ഇന്ത്യയുടെ പരമാധികാരം വിദേശ ശക്തിക്ക് മുമ്പിൽ, ട്രംപിന് മുമ്പിൽ അടിയറവ് പറയുന്ന, സറണ്ടർ ചെയ്ത ഒരു ട്രേഡ് ഡീലാണ് യഥാർത്ഥത്തിൽ നടന്നിരിക്കുന്നത്. ഇന്ത്യയുടെ പരമാധികാരം, ഇന്ത്യയുടെ നിർണയാവകാശം, ഇതൊക്കെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ആ ട്രേഡ് ഡീൽ ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത്. നരേന്ദ്രമോദിയും ഭക്തരും പാടിപ്പുകഴ്ത്തുന്നത് പോലെ ഇന്ത്യക്ക് ഒരു വിധത്തിലുള്ള നേട്ടവും ആ ട്രേഡ് ഡീലിൽ നിന്ന് ലഭിക്കാൻ പോകുന്നില്ല. ഇന്ത്യ യു എസ് ട്രേഡ് ഡീലിനെ പറ്റി ഫാദർ ഓഫ് ഓൾ ഡീൽസ് എന്നൊക്കെ തള്ളിമറിക്കുമ്പോഴും ഇന്ത്യയുടെ പരമാധികാരം സറണ്ടർ ചെയ്യുന്ന, ട്രംപിന് മുമ്പിൽ അടിയറവ് വെക്കുന്ന ഒരു ഡീലാണ് നടന്നിരിക്കുന്നത്. ദൂരവ്യാപകമായ പ്രത്യാഘാതം ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്ത് സൃഷ്ടിക്കും. ഇന്ത്യയുടെ നിർണയാവകാശം തീരുമാനിക്കുന്നത് ട്രംപാണെന്ന് ഇപ്പോൾ വ്യക്തമാവുകയും ചെയ്തിരിക്കുന്നു. ക്രൂഡ് ഓയിൽ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് അമേരിക്കയും ട്രംപും പറഞ്ഞ കാര്യങ്ങൾ അക്ഷരാർത്ഥത്തിൽ ശരിയാണെന്ന് ബോധ്യപ്പെട്ടിരിക്കുകയാണ്. റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് കുറക്കുമെന്ന് ഇന്ത്യ കമ്മിറ്റ് ചെയ്തിരിക്കുന്നു എന്നാണ് അമേരിക്കൻ എക്സിക്യൂട്ടീവ് സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്ന കാര്യം. റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ ഇനി വാങ്ങുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഒരു ഗവേണിംഗ് ബോഡി, ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി യു എസ് പുനഃസ്ഥാപിച്ചിരിക്കുന്നു. അവർ ഇന്ത്യയുടെ ട്രേഡ് ഡീൽ, എണ്ണ വ്യാപാരം പരിശോധിക്കും. വീണ്ടും റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുകയാണെങ്കിൽ താരിഫ് വീണ്ടും കൂട്ടുമെന്നും 50% വർദ്ധിപ്പിക്കുമെന്നും ആ സ്റ്റേറ്റ്മെൻറ്റിൽ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. മന്ത്രി പീയൂഷ് ഗോയലിനോട് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തുമോ എന്ന സ്പെസിഫിക് ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹം വിദേശകാര്യ മന്ത്രാലയത്തോട് ചോദിക്കണമെന്നാണ് പത്രസമ്മേളനത്തിൽ പറഞ്ഞത്. വ്യക്തമായ നിലപാട് പറയാൻ കഴിയാത്ത വിധം അമേരിക്കൻ താൽപ്പര്യത്തിന് വഴങ്ങിയിരിക്കുകയാണ് ഇന്ത്യ. ഡൊണാൾഡ് ട്രംപിൻ്റെ ബ്ലാക്ക് മെയിലിന് മുമ്പിൽ വശംവദനായി, വിധേയനായി നിൽക്കുന്ന നരേന്ദ്രമോദിയെയാണ് നാം ഈ ട്രേഡ് ഡീലിലൂടെ കാണുന്നത്. ഇന്ത്യയുടെ നയതന്ത്രത്തിൽ വ്യക്തമായ ഒരു കാഴ്ചപ്പാട് ഇന്ത്യക്കുണ്ടായിരുന്നു. 1966 സമാനമായ ഒരു സാഹചര്യം യു എസുമായി ബന്ധപ്പെട്ട വിഷയത്തിലുണ്ടായി. 1965 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടക്കുന്നു. വലിയ രീതിയിലുള്ള ഭക്ഷ്യക്ഷാമം അനുഭവപ്പെട്ടു. പട്ടിണിയുടെ വക്കിലാണ് രാജ്യം. ആ സമയത്താണ് അമേരിക്കയുടെ ഒരു പോളിസി വരുന്നത്. കെന്നഡിയുടെ കാലത്ത് ഫുഡ് ഫോർ പീസ്, പട്ടിണി കിടക്കുന്ന മൂന്നാം ലോക രാജ്യങ്ങളെ സഹായിക്കാൻ അവർ ഒരു പോളിസി ഉണ്ടാക്കി. മിച്ചം വരുന്ന ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്യുമ്പോൾ അന്നത്തെ പ്രസിഡൻ്റായിരുന്ന ലിൻഡൻ ബി ജോൺസൺ LBJ, അദ്ദേഹം ഈ ഫുഡ് സപ്ലൈയെ ഒരു രാഷ്ട്രീയ ടൂളാക്കി മാറ്റാൻ തീരുമാനിക്കുന്നു. വർഷത്തിൽ നൽകുന്ന ഭക്ഷ്യവിതരണം മന്ത്ലി ബേസിലാക്കുന്നു, മാസം തോറും നൽകാൻ തീരുമാനിക്കുന്നു. ഇന്ത്യ വലിയ പ്രതിസന്ധിയിലായി. ആ ഘട്ടത്തിൽ ഇന്ദിരാഗാന്ധി അമേരിക്ക സന്ദർശിക്കുന്നു. അമേരിക്ക സന്ദർശനത്തിൻ്റെ വേളയിൽ അവിടെയുള്ള ചില പത്രങ്ങൾ ഇന്ത്യയുടെ അമേരിക്കൻ സന്ദർശനത്തെ പരിഹസിച്ചുകൊണ്ട് ഹെഡ്ലൈനുകൾ നൽകി. ഒരു പബ്ലിക് ഹ്യൂമിലിയേഷൻ അവിടെ സൃഷ്ടിക്കപ്പെട്ടു. ഇന്ദിരാഗാന്ധിയുടെ സന്ദർശനത്തെക്കുറിച്ച് അലബാമ ന്യൂസ് പേപ്പർ എഴുതിയ ഹെഡ്ലൈൻ, ന്യൂ ഇന്ത്യൻ ലീഡർ കംസ് ബെഗിങ്. ഇന്ദിരാഗാന്ധി വരുന്നത് യാചന നടത്താൻ വേണ്ടിയാണ് എന്ന ഹെഡ്ലൈൻ അവിടെ നൽകുകയുണ്ടായി. ഇന്ത്യ വിയറ്റ്നാമിന് നൽകുന്ന പിന്തുണ അവസാനിപ്പിക്കണമെന്ന ഒരു ഇൻഡയറക്റ്റ് ഡിമാൻഡ് LBJ, അമേരിക്ക, US മുന്നോട്ട് വച്ചു. ഇന്ദിരാഗാന്ധി ആ സമയത്ത് നയപരമായ തീരുമാനമെടുക്കുന്നു. ലിൻഡൻ ബി ജോൺസണുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിന് ശേഷം ഇന്ദിരാഗാന്ധി ഒരൊറ്റ പ്രസ്താവനയാണ്, ഇനി മുതൽ US ഫുഡ് വിഷയത്തിൽ ആശ്രയിക്കില്ല. ഇന്ത്യക്ക് ഇനി അമേരിക്കയുടെ ഫുഡ് ഗ്രെയിൻ ആവശ്യമില്ല എന്ന് ഒരു തീരുമാനമെടുക്കുന്നു.
സ്വയം പര്യാപ്തതയിലേക്ക് ഇന്ത്യയെ മാറ്റാൻ ആവശ്യമായ റിഫോമുകൾ കൊണ്ടുവരുന്നു. ഗ്രീൻ റവല്യൂഷൻ, ഹരിത വിപ്ലവം, അതോടൊപ്പം കർഷകരെ സഹായിക്കുന്ന സ്കീമുകൾ. ഇന്ത്യ ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ തീരുമാനിക്കുന്നു. വിദേശ ശക്തികളുടെ മുമ്പിൽ ഓച്ചാനിച്ച് നിൽക്കേണ്ടതില്ല എന്ന തീരുമാനമായിരുന്നു ഇന്ദിരാ പ്രിയദർശിനി അന്ന് കൈക്കൊണ്ടത്. അതാണ് രാജ്യത്തിൻ്റെ പാരമ്പര്യം. അമേരിക്കൻ ഭീഷണിക്ക് മുമ്പിൽ വഴങ്ങുന്ന ഭീരുവായ ഒരു പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ. താങ്ക് യു ഫോർ വാച്ചിങ്.